ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് റിലയൻസ് നിഫ്റ്റിനെ ഹോൾഡ് ചെയ്യുന്ന കാണുന്നുണ്ട്. റിലയൻസിന് 1400 മുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ 1400 താഴെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് റിലയൻസ്. സോ ദാറ്റ് ഈസ് വൺ സ്റ്റോക്ക്. അതർ സ്റ്റോക്സ് ഐ വാണ്ട് ടു ടെൽ യു ഇറ്റ്സ് നല്ലൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയാം. PCBL കെമിക്കൽസ് ലിമിറ്റഡ് എന്ന RPG ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. സഞ്ജീവ് ഗോയങ്കെ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ്. ഇത് മെയിൻലി കാർബൺ ബ്ലാക്ക് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് അറിയാമായിരിക്കും. മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള കൂട്ടർക്ക്. കാരണം PCBL കെമിക്കൽസ് ഒരു സമയത്ത് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാർബൺ ബ്ലാക്ക് എന്ന് വെച്ചാൽ ഒരു ഫൈൻ ബ്ലാക്ക് പൗഡർ പല ഇൻഡസ്ട്രി പർപ്പസിൻ്റെ ഇത്. ഈ കമ്പനി ഇന്ത്യയിലെ ലാർജസ്റ്റ് കാർബൺ ബ്ലാക്ക് മാനുഫാക്ചറിങ് കമ്പനി ആസ് വെൽ ആസ് ലോകത്തിൽ തന്നെ 7ാമത്തെ കമ്പനിയാണ്. സോ ഇതിനൊരു UV അബ്സോർപ്ഷൻ പ്രോപ്പർട്ടി ഉള്ളൊരു കാർബൺ ബ്ലാക്ക് പൗഡറാണ്. അത് റബ്ബർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലി ടിൻഡിങ് സ്ട്രെങ്ത് ഉള്ള കമ്പനിയാണ്. റബ്ബർ പ്രോഡക്ട്സിൽ അബ്രാസീവ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടും ടയറിലും എനി ടയർ യൂസ് ചെയ്ത് ദീസ് പ്രോഡക്റ്റ് ഇസ് യൂസ്ഡ്. അതുപോലെ ഈ പ്രിൻറ്റിങ് ഇങ്ക്സ്, പെയിൻറ്റ്, കോട്ടിങ്സ്, പ്ലാസ്റ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ അതുപോലെ ഈ UV സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ടോണർ ഇൻ പ്രിൻറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ കമ്പനീനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇന്നത്തെ ഇതിൻ്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 383 റുപ്യയിലാണ്. സോ ഇഫ് യു ഗെറ്റ് സംവെയർ അറൗണ്ട് 350 എന്നുള്ള ഞാൻ കുറച്ചൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എടുത്ത് കാണുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 14,442 കോടിയുള്ള കമ്പനി. സ്റ്റോക്ക് പി 32 റുപ്യയുള്ളൂ. അതിൻ്റെ ഇൻഡസ്ട്രി പി വരുന്ന ഇൻഡസ്ട്രി പി ഈ സംവെയർ അറൗണ്ട് 28x ആണ്. സോ നിങ്ങൾ ഈ സ്റ്റോക്ക് പി 32.4x ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോക്ക് പി ഉള്ളത്. സോ കറണ്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന 1.46% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സോ ഈ സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നത്. സോ യു ക്യാൻ കൺസിഡർ ദിസ് സ്റ്റോക്ക്. ആൻഡ് അതർ സ്റ്റോക്സായി എനിക്ക് പറയാനുള്ള ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ ഇനിയിപ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഈസ് so volatile every day. Warmongers both sides and are shouting we will start the war, we will start the nuclear weapons എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഈ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്താൽ എന്താണെന്ന് അതിൻ്റെ കോൺസിക്വൻസസിന് പോലും അറിയാത്ത ആൾക്കാരാണ്. സോ ഈ എത്രമാത്രം ആൾക്കാർ ഞങ്ങളിത് ലോകത്തിലെല്ലാത്തും ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്തിട്ട് ഹിരോഷിമ നാഗസാക്കിലെ ജനങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല. ഇനിയും ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചിട്ട് ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന കുറേ വിഡ്ഢികളായ ആൾക്കാർ നേതാക്കന്മാർ നമുക്കുള്ള കാലത്തോളം ഈ ലോകത്തിൻ്റെ സ്ഥിതി എങ്ങോട്ട് പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം വെച്ചാൽ കാരണം ലൈഫ് ലിവ്ഡ് വിത്തൗട്ട് ഇമോഷൻസ് വുഡ് സീം മീനിങ്ലെസ്. നമ്മളെ സംബന്ധിച്ചോളം സാഡ്നെസ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് അതൊരു ഓപ്പോസിറ്റ് ഓഫ് ഹാപ്പിനെസ്. ആൻഡ് വൈ വുഡ് എനിവൺ എവർ വെൽക്കം സാഡ് ഫീലിങ്സ്? Sadness comes in various forms such as melancholy, grief, nostalgia, depression. സോ ഈ വാറിൻ്റെ സമയത്ത് ബോത്ത് ഓഫ് ദി ബോർഡറിൽ താമസിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഈ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊരു വലിയൊരു സങ്കടമാണ്. നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. സോ